ഞാൻ ആരാണെന്ന് അറിയാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ എനിക്ക് ഇവിടെ UAE-യിലുണ്ട് കേട്ടോ. ഒരു ബ്ലെസ്സിങ് എന്ന പോലെ തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് അവർക്ക് മുന്നിൽ എൻ്റെ ഫാമിലിയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ എന്ന്. ഒരു കണ്ടൻറ്റും ആകും, അവർക്ക് എന്നെക്കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കുമെന്ന് ഓർത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, എൻ്റെ ഫാമിലി. അതെ, കൂടുമ്പോൾ ഇമ്പമുള്ള ഇടമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം കുടുംബം. ജന്മം കൊണ്ട് ഞാനൊരു കോട്ടയംകാരിയാണെങ്കിലും കർമ്മം കൊണ്ട് ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. അതായത് എൻ്റെ കെട്ടുവിൻ്റെ വീട് ആലപ്പുഴയിലാണ്. പരവതാനി വിരിച്ച നെൽപ്പാടങ്ങൾക്ക് നടുവിലെ ഒരു കൊച്ചു സ്വർഗ്ഗമുണ്ട്. അതാണ് ഞങ്ങളുടെ വീട്. വലിയ മണിമാളികയോ കൊട്ടാരമോ ഒന്നും അല്ലാത്ത അവിടം ഞങ്ങളെ സംബന്ധിച്ച് സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും സമ്പന്നമായ ഒരിടം തന്നെയാണ്. ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ ചിലരൊക്കെ തന്നെ ഉണ്ട് നമ്മളെ കാണാൻ മേലാത്ത ആൾക്കാർ. എല്ലായിടത്തും കാണുമല്ലോ അങ്ങനെ കുറച്ച് ടീംസ്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് ട്രോളാനായിട്ട് അല്ലെങ്കിൽ അവർക്കിരുന്ന് ചിരിക്കാനായിട്ട് ഒരു വകയായിരിക്കും. അവളുടെ വീട് കണ്ടതിന് അടുക്കല്ലേ എന്നിട്ട് അവളിങ്ങനെ കിടന്ന് പറയുന്നതെന്ന്. പക്ഷേ അവർക്കറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീടിനെ കഴിഞ്ഞും ഒരുപാട് സൗകര്യങ്ങളും സന്തോഷവും സമാധാനവും ഉള്ള വീട് തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് എനിക്കിവിടെ സ്വർഗ്ഗമാണ്. അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നവരുടെ മുന്നിലേ അവർക്കിനി ആനയുണ്ട് ജയനയുണ്ട് മാങ്ങയുണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എനിക്കിതിലും വലിയൊരു സ്വർഗ്ഗം ഇനി കിട്ടാനില്ല കേട്ടോ. ക്ഷമിക്കണം, നമ്മൾ ചെറുതായി ഒന്ന് വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ടായിരുന്നു. അത് ചിലർക്കുള്ളൊരു മറുപടിയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തിരികെ വരാം. ഈ വീട്ടിൽ, അതായത് കണ്ടത്തിന് നടുക്കൊരു കുഞ്ഞു വീടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വീട്ടിലെ റേഷൻ കാർഡിലെ ഗൃഹനാഥ, അതായത് എൻ്റെ അമ്മായിയമ്മ, അവരുടെ മകൻ, അതായത് എൻ്റെ ഭർത്താവ്, പിന്നെ അവരുടെ മകള്, അതായത് എൻ്റെ നാത്തൂൻ, പിന്നെ അവരുടെ മരുമോള്, അതായത് ഞാൻ, പിന്നെ അവരുടെ കൊച്ചുമോള്, ഇത്രയും പേരാണ്. അതായത് ഒരു 5 സംഘമായിരുന്നു ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കാലം ഇങ്ങോട്ട് മുൻപോട്ട് പോകുന്നതനുസരിച്ച് റേഷൻ കാർഡിലെ പേര് വെട്ടേണ്ട അവസ്ഥ വന്നു. അതായത് എൻ്റെ നാത്തൂൻ്റെ കല്യാണമായി. അങ്ങനെ നാത്തൂൻ പോയി കഴിഞ്ഞിട്ടേ ഞാനും എൻ്റെ കെട്ടിയവനും എൻ്റെ അമ്മായിയമ്മയും കുഞ്ഞും മാത്രമായി വീട്ടിൽ. അതായത് ഞങ്ങൾ 4 പേര്. പിന്നെ നമ്മൾ ജീവിതമല്ലേ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തു നമ്മളിൽ ഒരാൾ വിദേശത്തേക്ക് പോകാം. ആദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തത്. പക്ഷേങ്കിൽ നമ്മൾ മെഡിക്കൽ എടുത്തപ്പോൾ ആൾക്കൊരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേണ്ട, ആൾ പോകണ്ട, ഞാൻ പോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി വന്നു. അതായത് UAE-യിലേക്ക് എൻ്റെ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത് ഞാൻ തന്നെ കയറി വന്നു. പിന്നെ നാട്ടിൽ ആളെ കൊണ്ട് കഴിയുന്ന ജോലികളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സന്തോഷങ്ങളുണ്ടാകുന്ന നിമിഷങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ടാകുന്ന നിമിഷങ്ങളുണ്ട്. കുടുംബമായി ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്തൊരു വിഷമം, അത് വേറെ കാര്യം. പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. അവിടെ ചെന്നപ്പോഴാവട്ടെ നമ്മുടെ സ്വർഗ്ഗത്തിന് ഒരു ചെറിയ കോട്ടം, അതായത് വീട്. ഞാൻ ഇവിടുന്ന് നാട്ടിൽ ചെന്ന സമയത്ത് നമ്മൾ ഒത്തിരി സന്തോഷിച്ച് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പിയായി. വീട്ടുകാർക്ക് ഞാനൊരു സർപ്രൈസ് ഒക്കെ കൊടുത്താണ് എൻ്റെ എൻട്രി തിരിച്ച് ചെല്ലുന്നത്. അങ്ങനെ ഇരിക്കുക നാട്ടിൽ ആ സമയം നല്ല പേര് മഴ നടക്കുന്ന സമയം, അതായത് ഒരു ജൂൺ മാസം. നാട്ടിൽ ചെന്നു. കുറച്ച് ദിവസം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോയി, അതായത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ നിൽക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിൽക്കുന്നു. അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്, അതായത് അവിടെയൊക്കെ പോകുമ്പോൾ ഞാനും എൻ്റെ അമ്മായിയും എൻ്റെ കുഞ്ഞും കൂടാണ് പോകുന്നത്. ഹസ്ബൻഡ് വീട്ടിലും, അതായത് ആൾ ജോലിയിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്ത സാഹചര്യമാണ്, ആൾ വീട്ടിൽ തന്നെ നിൽക്കുമല്ലോ. അപ്പം നാട്ടിൽ വിസിറ്റിങ്ങിന് ചെന്ന സമയത്താണ് ഈ പെരുമഴ. ഈ മഴയത്തുണ്ടല്ലോന്നേ നമ്മുടെ നാട്ടിൽ നല്ല അതിശക്തമായിട്ടൊരു കാറ്റ് വീശി. ഇവിടെ നമ്മുടെ വീടിന് ചെറുതല്ല, സ്വാഭാവികമായിട്ടും ഒരു മരം പറഞ്ഞു നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് വീണു. ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, അന്ന് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ സംഭവമാണ്. ഇന്ന് നഷ്ടപ്പെട്ടതെല്ലാം നാളെ നേടിയെടുക്കാമെന്നുള്ള വിശ്വാസത്തിലേ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു കുടുംബം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ കൂടിക്കോ. അപ്പോൾ ഓക്കെ.